ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ഉത്രാളിക്കാവ് പൂരം കാണാനാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടൊരു പൂരം കാണുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു. ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുവാണ്. ഞാനിവിടെ ഏകദേശം ഒരു 15 മണിക്കൂറോളം ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ വന്നതാണ്. എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ 3 ദേശക്കാർ ചേർന്ന് നടത്തുന്ന ഈ പൂരത്തിലേക്ക് 33 ആനകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോഴെല്ലാം വഴിയിൽ ഓരോരോ വണ്ടികളിൽ ആനകളെ കൊണ്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പാടത്ത് ആനകൾ കുളിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിന്റെ ഇരുവശങ്ങളിലുമായി 2 ദേശക്കാരുടെ പൂരപ്പന്തൽ ഉണ്ടായിരുന്നു. ഒരു പൂരപ്പന്തൽ നമ്മൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ദേശക്കാരുടെയും വകയായിട്ടുള്ള പഞ്ചവാദ്യം, മേളം, എഴുന്നള്ളിപ്പ് എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പൂരം. ഇതൊന്നും കൂടാതെ മറ്റു പല കലാരൂപങ്ങളും നമ്മൾ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണണം. നല്ല എക്സൈറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒന്നും വിട്ടുപോവാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സൈനൂസ് വ്ലോഗ്. ഓരോ ദേശക്കാരുടെയും എഴുന്നള്ളിപ്പ് ഇതുപോലെ ക്ഷേത്രത്തിനകത്തേക്ക് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ 11 ആനകളുണ്ട്. ഇത് ആദ്യത്തെ എഴുന്നള്ളിപ്പാണ്. കുമരനെല്ലൂർ ദേശത്തിൻ്റെതാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ആലവട്ടം, വെഞ്ചാമരം, മുത്തിക്കുട ഇതെല്ലാം വെച്ചിട്ട് ആനപ്പുറത്ത് അവര് ചെയ്യുന്ന അത് കാണാൻ വേണ്ടി തന്നെ നല്ല ഒരു ഭംഗിയാണ്. കൂട്ടത്തിലുള്ള ഈ വാദ്യഘോഷവും എല്ലാം നല്ല ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ നമുക്ക് തരും. എഴുന്നള്ളിപ്പൊക്കെ കുറച്ചു നേരം കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ആളുകളൊക്കെ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റു 2 ദേശക്കാരുടെയും ആനകൾ അവിടെ അവരുടെ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള പൂരങ്ങളും അല്ലെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ പങ്കെടുക്കണം. നമ്മളിതൊക്കെ ഒന്ന് കാണണം, അറിയണം. ഐ ആം എൻജോയിങ് മൈ ലൈഫ് ആഫ്റ്റർ മൈ 50s. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇത്തവണ ഒരുപാട് അമ്പലങ്ങളിലെ പ്രോഗ്രാംസ് ആയാലും എല്ലാം ഞാൻ കണ്ടിട്ടില്ലാത്ത ഓരോരോ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനുകൾ ഇങ്ങനെ പോകുന്നതാണ്. നല്ലൊരു രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രെയിനുകൾ ഇങ്ങനെ പോകുന്നതാണായിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പോയി ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചു നേരം വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മൾ മിഡ് നൈറ്റിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലഞ്ചൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഓട്ടോയ്ക്കാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഈ സമയമായപ്പോഴേക്കും ഇവിടെ മുഴുവനും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പൂരത്തിൻ്റെ ആ ഒരു റിയൽ വൈബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആനപ്രേമികളെല്ലാവരും ഓരോരോ ദേശക്കാരുടെ ആനകളുടെ കൂട്ടത്തിനടുത്ത് അവർ ആനയെ കാണാനും കൂടെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് അതിൻ്റെ റിയൽ വൈബിൽ എൻജോയ് ചെയ്യുക.
ആനകളുടെയൊക്കെ അടുത്തേക്ക് പോകാനുള്ള പേടി കാരണം ഞാൻ ഈ മേളം കുറച്ച് ദൂരെ നിന്നുകൊണ്ടായിരുന്നു കേട്ടോണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ത്രില്ല് കാരണം കുറച്ചുകൂടി അടുത്തേക്ക് പോകണമെന്ന് തോന്നി. പിന്നെ ഞാൻ പതിയെ പതിയെ ചെന്ന് ലാസ്റ്റ് അതിൻ്റെ അടുത്ത് വരെ എത്തി.
വെടിക്കെട്ടോടുകൂടി പൂരം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.